നമ്മളിൽ പലരും ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ കുറച്ചുപേർ മാത്രമേ ശാശ്വതമായ വിജയം, മനസ്സമാധാനം, ശക്തമായ ബന്ധങ്ങൾ എന്നിവ നേടുന്നുള്ളൂ. എന്താണ് അത്തരം വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? അത് ഭാഗ്യം, കഴിവ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നിവ അല്ല. മറിച്ച് മൂല്യങ്ങൾ, സ്വഭാവം, ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് എന്നിവയാൽ അവരിൽ രൂപപ്പെടുന്ന ശീലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മികവും വ്യക്തിഗതവും പ്രൊഫഷണലുമായി ഉയർച്ചയും നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്റ്റീഫൻ ആർ കോവി എഴുതിയ പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അനേകം ജനങ്ങളുടെ ജീവിതവും കരിയറും മാറ്റിമറിച്ച ഒരു മാർഗദർശക ഗ്രന്ഥമാണിത്. ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന 7 ശീലങ്ങൾ നമുക്ക് ദിവസേന എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന, എന്നാൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിത്വ വളർച്ചയുടെയും ഫലപ്രദമായ ജീവിതത്തിന്റെയും വഴികളാണ്. ഈ ഓഡിയോ ബുക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രണത്തിന്റെയും പ്രാധാന്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യക്തിത്വം വളർത്താൻ കഴിയും. ബന്ധങ്ങളിലും ജോലി സാഹചര്യങ്ങളിലും കൂടുതൽ ഫലപ്രദമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ജീവിതത്തിൽ കൂടുതൽ താല്പര്യവും സുഖവും അനുഭവിക്കാൻ കഴിയും. ഈ ഓഡിയോ ബുക്ക് നമ്മളെ ഓരോ ശീലത്തിലൂടെയും ഘട്ടം ഘട്ടമായി കൊണ്ടുപോകുകയും അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എങ്ങനെ സംയോജിപ്പിക്കാം എന്ന് കാണിച്ചു തരികയും ചെയ്യും. അവസാനം നമ്മളെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഉപായങ്ങൾ നമുക്ക് ലഭിക്കും. ഇൻസൈഡ് ഔട്ട് സമീപനം. പലരും പരിഹാരങ്ങൾക്കായി പുറത്തേക്ക് നോക്കുന്നു. തങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റിയാൽ, മെച്ചപ്പെട്ട ജോലി നേടുകയാണെങ്കിൽ, മെച്ചപ്പെട്ട നഗരത്തിലേക്ക് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാഹ്യ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ജീവിതം യാന്ത്രികമായി മെച്ചപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ശാശ്വതമായ മാറ്റം ആന്തരികമായി വേണം ആരംഭിക്കേണ്ടത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മൾ ആദ്യം സ്വയം മാറ്റുന്നതുവരെ നമ്മുടെ സ്വഭാവം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ മാതൃകകൾ എന്നിവ മാറ്റുന്നതുവരെ നമുക്ക് നമ്മുടെ ജീവിതം ഫലപ്രദമായി മാറ്റാൻ കഴിയില്ല. മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ലോകത്തെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതി. മാതൃകകളെ കണ്ണടകളുമായി താരതമ്യം ചെയ്യാം. നമ്മുടെ കണ്ണട വൃത്തികെട്ടതാണെങ്കിൽ എല്ലാം വികലമായി കാണപ്പെടുന്നു. അതുപോലെ നമ്മുടെ മാനസിക ചട്ടക്കൂട് തകരാറിലാണെങ്കിൽ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ഫലമുണ്ടാകില്ല. സ്വയം അവബോധവും ഉത്തരവാദിത്വവും ഉണ്ടാക്കാൻ സ്വയം 3 ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ജീവിതത്തിലെ വെല്ലുവിളികളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഏതൊരു സാഹചര്യത്തോടുമുള്ള പ്രതികരണം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യനും ഉണ്ട്. ജീവിതം വെല്ലുവിളികൾ ഉയർത്തുന്നു. പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഈ പ്രതികരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് നമ്മുടെ ഫലപ്രാപ്തിയുടെ സത്ത. യഥാർത്ഥ ഫലപ്രാപ്തി ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും ജീവിതത്തിലെ ശാശ്വതമായ മാറ്റം ബാഹ്യ സാഹചര്യങ്ങളിലല്ല, ആന്തരിക സ്വഭാവത്തിൽ നിന്നാണ് വരുന്നതെന്നും ഇൻസൈഡ് ഔട്ട് സമീപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലോകം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം മെച്ചപ്പെടുക. ശീലം 1. ബി പ്രോ ആക്റ്റീവ്. നമ്മുടെ ജീവിതത്തിനും പ്രവൃത്തികൾക്കും നമ്മൾ നിയന്ത്രണം പുലർത്തുക. ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതിനോടെല്ലാം വെറുതെ പ്രതികരിക്കുന്നതിന് പകരം പ്രോ ആക്റ്റീവായ സമീപനം സ്വീകരിക്കുക. എല്ലാത്തിനോടും പ്രതികരിച്ച് റിയാക്റ്റീവായി ജീവിതത്തെ ഒഴുകി നീക്കാതെ സ്വയം തീരുമാനങ്ങൾ എടുത്ത് മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി നീങ്ങുന്ന ജീവിതം, ഇതാണ് പ്രോ ആക്റ്റീവ് സമീപനം. പുറത്തുള്ള സാഹചര്യങ്ങൾ, ആളുകൾ, പ്രശ്നങ്ങൾ എന്നിവ നമ്മുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കരുത്. നമ്മുടെ പ്രതികരണം, ചിന്ത, സമീപനം എന്നിവ നിയന്ത്രിക്കുന്നത് നാം തന്നെയാണ്. ഇതാണ് പ്രോ ആക്റ്റീവ് മനോഭാവത്തിന്റെ മുഖ്യ കേന്ദ്രം. റിയാക്റ്റീവായ ആളുകൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും, വികാരപരമായി പ്രതികരിക്കും, എനിക്കൊന്നും ഇതിൽ ചെയ്യാനാവില്ല എന്ന് കരുതും. പ്രോ ആക്റ്റീവായ ആളുകൾ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കും. വികാരങ്ങളുടെ നിയന്ത്രണം കൈവശം വയ്ക്കും. എന്റെ തീരുമാനങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് എന്ന ബോധത്തോടെ ജീവിക്കും. സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, സർക്കിൾ ഓഫ് കൺസേൺ. ഇത് എന്താണെന്ന് നോക്കാം. സർക്കിൾ ഓഫ് കൺസേൺ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ, കാലാവസ്ഥ, വിലവർധന, മറ്റുള്ളവരുടെ പെരുമാറ്റം, രാഷ്ട്രീയ വിവരങ്ങൾ, ഇവയെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ഈ കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഇല്ല. സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് നിയന്ത്രിക്കാനാകുന്ന കാര്യങ്ങൾ.
നമ്മുടെ മനോഭാവം, നമ്മൾ സമയം ഉപയോഗിക്കുന്ന രീതി, പഠനം, പ്രതികരണം ഇവയാണ് നമുക്ക് സ്വയം മാറ്റം വരുത്താൻ കഴിയുന്ന മേഖലകൾ. പ്രോ ആക്റ്റീവ് വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണ്. അത് വിപുലമാവുകയും ജീവിതം നിയന്ത്രിക്കുന്നു എന്ന ബോധം അവർക്ക് വളരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ പ്രോ ആക്റ്റീവ് ആകണമെന്ന് പറയുന്നത്? അത് വ്യക്തിവികസനത്തിന്റെ ആദ്യ പടിയാണ്. ഏതൊരു മാറ്റവും സ്വന്തമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ആത്മവിശ്വാസവും നിയന്ത്രണവും വർദ്ധിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പോലും എൻ്റെ നിലപാട് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും എന്ന വിശ്വാസം നമ്മളിൽ പ്രോ ആക്റ്റീവ് മനോഭാവം നൽകുന്നു. ബന്ധങ്ങളും ജോലിയും മെച്ചപ്പെടുന്നു. ശാന്തവും മൂല്യാധിഷ്ഠിതവുമായ പ്രതികരണങ്ങൾ മികച്ച ബന്ധങ്ങളും ഫലങ്ങളും ഉണ്ടാക്കുന്നു. റിയാക്റ്റീവ് ജീവിതത്തിൽ നിന്ന് മോചനം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കാൾ നമ്മുടെ മനോഭാവമാണ് പ്രാധാന്യമുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് സ്വാതന്ത്ര്യവും വളർച്ചയും നൽകും. കൂടുതൽ പ്രോ ആക്റ്റീവ് ആകാൻ നമുക്കെന്ത് ചെയ്യാം? എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിക്കും എന്ന മാറ്റം കൊണ്ടുവരിക. നമ്മുടെ ചിന്തകളും വാക്കുകളും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന ബോധം ഉണ്ടാക്കുക. അനിയന്ത്രിത കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി നമുക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കൂട്ടുക. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരിക. എല്ലാ ദിവസവും ചെറിയ പ്രോ ആക്റ്റീവ് ശീലങ്ങൾ അഭ്യസിക്കുക. പ്രോ ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒറ്റയ്ക്ക് ഉത്തരവാദിയാകണം എന്നതല്ല അർത്ഥം. മറ്റുള്ളവരുടെ വികാരങ്ങളെ അവഗണിക്കുക എന്നുമല്ല. എല്ലാം നിയന്ത്രിക്കാം എന്നും അർത്ഥമില്ല. മറിച്ച് പ്രോ ആക്റ്റീവ് എന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്തത് അംഗീകരിക്കാനും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഇടങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുന്നതുമാണ്. ശീലം 2. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഫലം മുന്നിൽ കണ്ട് ആരംഭിക്കുക. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ദിശയും ഗതിയും നിശ്ചയിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പക്ഷേ പലർക്കും വ്യക്തമായ ലക്ഷ്യബോധം ഇല്ലാത്തതിനാൽ അവർ ജീവിതത്തിൽ ചെയ്തു പോകുന്നത് പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഓരോ പ്രവർത്തനവും നടത്തുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, എവിടെയാണ് ഞാൻ എത്തേണ്ടത് എന്ന് സ്വയം ചോദിക്കുക. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. ഈ ശീലം പറയുന്നത് ജീവിതത്തിൽ വലിയതും ചെറിയതുമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഫലത്തെ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നതാണ്. ഇത് വിജയത്തിനൊരുങ്ങുന്ന ഒരു മാനസികവും ആത്മീയവുമായ ഒരു ചിത്രം ഒരുക്കുന്നു. ലോകത്തിൽ എല്ലാ സൃഷ്ടികളും 2 തവണ ഉണ്ടാകുന്നു. ഒന്ന് മാനസികമായി, 2 ഭൗതികമായി നടപ്പിലാക്കുമ്പോൾ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം ബ്ലൂ പ്രിന്റ് വരയ്ക്കുന്നത് പോലെ ജീവിതത്തിലും വ്യക്തമായ ഒരു ദർശനം ആവശ്യമുണ്ട്. ദിശയില്ലാത്ത പരിശ്രമം നമുക്ക് ഒഴിവാക്കാം. ലക്ഷ്യം അറിയാത്തപ്പോൾ ചെയ്യുന്ന ഓരോ ശ്രമവും അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ മുൻഗണനകൾ വ്യക്തമാകും. എന്ത് ചെയ്യണം, എന്ത് ഒഴിവാക്കണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. വ്യക്തി വികസനം വേഗത്തിലാകും. സ്വപ്നങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ജീവിതം നിയന്ത്രണ വിധേയമാകും. ബാഹ്യമായ സാഹചര്യങ്ങളല്ല, നമ്മുടെ മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ചക്രം തിരിക്കുന്നത് എന്ന ബോധം നമ്മളിൽ വളരും. പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മുടെ മൂല്യങ്ങളും തത്വങ്ങളും ജീവിത ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വ്യക്തിപരമായ ജീവിത നിർദ്ദേശ പുസ്തകമാണ്. മൂല്യങ്ങൾക്ക് അനുസൃതമായ തീരുമാനം എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കും. താൽക്കാലിക വികാരങ്ങളല്ല, നമ്മുടെ മൂല്യങ്ങളാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്. നാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നിരന്തരം വിശകലനം ചെയ്യുക. ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകും. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് പ്രായോഗികമായി എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. 5 മുതൽ 10 വർഷം വരെയുള്ള കാലത്ത് നമ്മൾ എവിടെ എത്തണം, എങ്ങനെ ഇരിക്കണം എന്ന് എഴുതി നോക്കുക. ജീവിതത്തിലെ 4 പ്രധാന മേഖലകളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. അത് വ്യക്തിജീവിതം, ബന്ധങ്ങൾ, തൊഴിൽ, പഠനം, ആത്മീയവും സാമൂഹികവുമായ വളർച്ച എന്നിങ്ങനെ ഏത് മേഖലയിലും ആകാം. പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഇത് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ? ഈ ശീലം ഭാവിക്കായി ഇന്ന് പലതും ത്യജിക്കണം എന്ന് പറയുന്നതല്ല. ഒരു കർശനമായ ടൈം ടേബിൾ പാലിക്കണം എന്നുമല്ല. സ്വപ്നങ്ങൾ മാത്രം കാണുക എന്നുമല്ല. ഉദ്ദേശത്തോടെ ജീവിക്കുക. ലിവ് വിത്ത് എ പർപ്പസ്. അതാണ് ഈ ശീലത്തിന്റെ മുഖ്യ സന്ദേശം. ശീലം 3. പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്.
പ്രധാന കാര്യങ്ങൾ ആദ്യം ചെയ്യുക. നമ്മുടെ സമയവും ഊർജവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് കേന്ദ്രീകരിക്കുക. അനാവശ്യ പ്രവൃത്തികളിൽ സമയം കളയരുത്. ദിവസേന നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും 4 വിഭാഗങ്ങളായി അഥവാ ക്വാഡ്രന്റുകളായി വിഭജിക്കാം. അർജന്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ് ഇമ്പോർട്ടൻറ്റ്, അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ക്വാഡ്രന്റ് 1 അർജന്റ് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരവും പ്രധാനവുമായത്. ഒരു അവസാന നിമിഷ ഡെഡ്ലൈൻ, അടിയന്തര മെഡിക്കൽ പ്രശ്നം എന്നിവയൊക്കെ ഈ ക്വാഡ്രന്റിൽ ഉൾപ്പെടുന്നു. ക്വാഡ്രന്റ് 2 നോട്ട് അർജന്റ് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരമല്ലെങ്കിലും പ്രധാനപ്പെട്ടത്. ആസൂത്രണം, പഠനം, ആരോഗ്യം, ബന്ധം, ദീർഘകാല ലക്ഷ്യങ്ങൾ എന്നിവ ഈ ക്വാഡ്രന്റിൽ ഉൾപ്പെടുന്നു. ക്വാഡ്രന്റ് 3 അർജന്റ് പ്ലസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരമെങ്കിലും പ്രധാനമല്ലാത്തത്. ചില ഫോൺ കോളുകൾ, അനാവശ്യ മീറ്റിങ്ങുകൾ, ചില ഡിസ്ട്രാക്ഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ക്വാഡ്രന്റ് 4 നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരമല്ലാത്തതും പ്രധാനമല്ലാത്തതും. സോഷ്യൽ മീഡിയ ഉപയോഗം, അനാവശ്യ റീലുകൾ, വീഡിയോകൾ എന്നിവ. ഈ 4 ക്വാഡ്രന്റുകൾ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെടുത്താം എന്ന് നോക്കാം. ഉദാഹരണം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം ആരോഗ്യ പാലനം ആണെന്നിരിക്കട്ടെ. ക്വാഡ്രന്റ് 1 എന്താണ്? അസുഖം വന്നപ്പോൾ ഡോക്ടറെ കാണൽ. ക്വാഡ്രന്റ് 2 വ്യായാമം, ശരിയായ ഉറക്കം, പോഷകാഹാരം എന്നിവ. ക്വാഡ്രന്റ് 3 അർജന്റ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അനാവശ്യമായ ചില ഫോൺ കോളുകൾ. ക്വാഡ്രന്റ് 4 അനാവശ്യ ഫോൺ ഉപയോഗവും സോഷ്യൽ മീഡിയയും. ഇതിൽ ഏറ്റവും ഫലപ്രദമായ ജീവിതം ക്വാഡ്രന്റ് 2 പ്രധാനമെങ്കിലും അടിയന്തരമല്ലാത്ത കാര്യങ്ങൾ. ക്വാഡ്രന്റ് 2 ഉൾപ്പെട്ട വ്യായാമം, ഉറക്കം, പോഷകാഹാരം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ദീർഘകാലത്തിൽ ആരോഗ്യ പാലനത്തിന് ഗുണം ചെയ്യുന്നത്. ഹാബിറ്റ് 3 മുഖ്യ ആശയങ്ങൾ. ദിവസം മുഴുവൻ വേണ്ടതെല്ലാം ചെയ്യുന്നത് അല്ല പ്രധാനം, നമ്മുടെ മുൻഗണനകളാണ് ഏറ്റവും പ്രധാനം. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. നോ പറയാൻ പഠിക്കുക. ചില നല്ല കാര്യങ്ങൾക്കും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഹാബിറ്റ് 3 ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മുടെ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയും. ബന്ധങ്ങൾ മെച്ചപ്പെടും. ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. നമ്മുടെ വ്യക്തിത്വം വളരും. നാം ഇപ്പോൾ ജീവിതത്തിൽ വഹിക്കുന്ന പ്രധാന റോളുകൾ, അത് വിദ്യാർത്ഥി, മാതാവ്, ജോലിക്കാരൻ, സുഹൃത്ത് എന്നിങ്ങനെ എന്തുമാകാം, അത് തിരിച്ചറിയുക. ഓരോ റോളിനും 1-2 ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ആ ലക്ഷ്യത്തിന് അനുസൃതമായി പ്രതിദിനം ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുക. ഒരാഴ്ചയിൽ നേടേണ്ട ലക്ഷ്യവും നിർണ്ണയിക്കുക. ഇത് കൂടുതൽ സമഗ്രമായ കാഴ്ചപ്പാട് നമുക്ക് നൽകും. നമ്മുടെ പ്രതിവാര ലക്ഷ്യങ്ങൾ നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള സ്ഥിരമായ പുരോഗതി ഉറപ്പാക്കുന്നു. ഇവിടെ നമ്മുടെ വിൽ പവർ അല്ല, പ്രതിബദ്ധത അഥവാ കമ്മിറ്റ്മെൻ്റാണ് ഏറ്റവും പ്രധാനമായത്. ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ അവ പാലിക്കുന്നത് സ്വാഭാവികമായി നടക്കും. ഏറ്റവും പ്രധാനം നമ്മുടെ ക്വാഡ്രന്റ് 2 ജോലികൾ തിരിച്ചറിയുകയും ദിവസേന അതിനായി സമയം നൽകുകയും ചെയ്യുക എന്നതാണ്. അത് പലപ്പോഴും അടിയന്തരമായിരിക്കില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാവും. സാധ്യമാകുന്ന സ്ഥലത്തെല്ലാം ക്വാഡ്രന്റ് 3, 4 എന്നിവ ഡെലിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക. അവസരങ്ങൾ വിലയിരുത്തുന്നതിന് ഒരു വ്യക്തിഗത പ്ലാനർ ഉപയോഗിക്കുക. ആഴ്ചതോറും നമ്മുടെ മുൻഗണനകൾ പുനരവലോകനം ചെയ്യുക. ശീലം 3 നമ്മുടെ ഉദ്ദേശങ്ങളെ പ്രവർത്തനമാക്കി മാറ്റുന്നു. ഇത് ദർശനങ്ങൾക്കും ഫലങ്ങൾക്കുമിടയിലുള്ള വിടവ് നികത്തുന്നു. ഈ ശീലത്തിൽ പ്രാവീണ്യം നേടുന്നത് നമ്മുടെ വ്യക്തിപരമായ ഫലപ്രാപ്തി, ഉൽപാദനക്ഷമത, മനസമാധാനം എന്നിവയ്ക്കുള്ള താക്കോലാണ്. ശീലം 4 തിങ്ക് വിൻ വിൻ. എല്ലാവർക്കും വിജയകരമായ രീതിയിൽ ചിന്തിക്കുക. വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ജോലിസ്ഥലത്തുമെല്ലാം മനുഷ്യബന്ധങ്ങളെ ഗൗരവമായി സ്വാധീനിക്കുന്ന ഒരു തത്വമാണ് തിങ്ക് വിൻ വിൻ. ജീവിതത്തിലെ എല്ലാ ഇടപെടലുകളും മത്സരമല്ല, പകരം സഹകരണമാണെന്നും ഒരാൾ വിജയിക്കണമെങ്കിൽ മറ്റൊരാൾ തോൽക്കേണ്ടതില്ലെന്നും ഈ ശീലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരസ്പര വിശ്വാസം, നേതൃത്വം, ബഹുമാനം എന്നിവയാൽ നിറഞ്ഞ ഒരു ബന്ധവും സംസ്കാരവും സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വിൻ വിൻ എന്നാൽ എന്താണ്? വിൻ വിൻ എന്നത് മത്സരാർത്ഥികൾ ഇരുവിഭാഗത്തിനും പ്രയോജനം നേടുന്ന ഒരു സമീപനമാണ്. ഒരു ഇടപാടിൽ, ചർച്ചയിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ പങ്കാളികളായ എല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുയോജ്യമായ പരിഹാരം കണ്ടെത്തുന്നു എന്ന രീതിയാണ് ഇത്.
എൻ്റെ വിജയം അല്ലെങ്കിൽ നിന്റെ വിജയം എന്ന രീതിയിലെ മത്സര ചിന്തയിൽ നിന്ന് നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ മാറ്റുന്നു. വിൻ വിൻ എന്നത് ഒരു നല്ല മനോഭാവം മാത്രമല്ല, അത് പ്രായോഗികമായ ഒരു രീതി കൂടിയാണ്. ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള വ്യക്തമായ കരാറുകൾ, ലക്ഷ്യങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവ വിജയകരമായ കൂട്ടായ്മയെ ഉറപ്പാക്കുന്നു. വിൻ വിൻ എന്നത് മികച്ച ഒരു ആശയമായിരുന്നാലും സോഫ്റ്റ് ആൻഡ് നൈസ് ആകുക എന്നല്ല അർത്ഥം. എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു ശ്രമമല്ല ഇത്. ചിലപ്പോഴെങ്കിലും അനുയോജ്യമായ അല്ലെങ്കിൽ പരസ്പര ലാഭകരമായ പരിഹാരം ലഭിക്കാത്ത പക്ഷം വിൻ വിൻ അല്ലെങ്കിൽ നോ ഡീൽ എന്ന രീതിയിൽ ഇടപാട് ഒഴിവാക്കാനും ഈ രീതി ഉപദേശിക്കുന്നു. വിൻ വിൻ സമീപനത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ദീർഘകാല ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറയുണ്ടാക്കുന്നു. ഇത് പങ്കാളിത്തത്തെയും വിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നു. സൗഹൃദ ബന്ധങ്ങൾ രൂപപ്പെടുകയും പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. സംഘട്ടനങ്ങൾ കുറയുന്നു. യോജിച്ച പരിഹാരം തേടുന്നതിനാൽ സംഘർഷങ്ങൾ കുറയുകയും ആശയവിനിമയം കൂടുതൽ തുറന്നതാവുകയും ചെയ്യുന്നു. ഒരു സഹകരണ സംസ്കാരം രൂപപ്പെടുന്നു. വിൻ വിൻ ടീമുകളെ, സ്ഥാപനങ്ങളെ, സമൂഹത്തെ കൂടുതൽ ഉത്സാഹമുള്ളതാക്കുന്നു. ആർക്കും പരാജയബോധം കൂടാതെ ഒരേ ദിശയിൽ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു. വിൻ വിൻ എങ്ങനെ അഭ്യസിക്കാം? മറ്റുള്ളവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുക. തുറന്ന ആശയവിനിമയം നടത്തുക. എനിക്ക് ഏറ്റവും നല്ലത് ലഭിക്കണം എന്ന ചിന്ത ഒഴിവാക്കി എല്ലാവർക്കും വേണ്ടി ഏറ്റവും നല്ലത് എങ്ങനെ ലഭിക്കാം എന്ന് ചിന്തിക്കുക. പ്രശ്നങ്ങളെ വ്യക്തികളിൽ നിന്ന് വേർതിരിച്ചു കാണുക. പരിഹാരങ്ങൾ കൂട്ടായി രൂപപ്പെടുത്തുക. വിൻ വിൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയകരവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങളുടെ അടിസ്ഥാനമാണ്. സഹകരണം, ബഹുമാനം, പരസ്പര നേട്ടം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഈ ശീലം വ്യക്തികളെയും ടീമുകളെയും സമഗ്രമായി വളർത്തുന്നു. ശീലം 5. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, തുടർന്ന് നമ്മുടെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുക. മനുഷ്യബന്ധങ്ങൾ വിജയകരമാകാനും ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആശയവിനിമയം. ഇന്റർപേഴ്സണൽ ബന്ധങ്ങളിലെ വിജയത്തിന് അടിസ്ഥാനമായ ശീലം തന്നെയാണ് 5ാമത്തെ ശീലം. ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കുക, പിന്നീട് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുക. ഈ ശീലം ഒരു മെച്ചപ്പെട്ട ആശയവിനിമയ രീതിയെക്കുറിച്ചുള്ളതല്ല, പകരം മറ്റൊരാളുടെ മനസ്സിലേക്കുള്ള ഒരു സത്യസന്ധ യാത്രയാണ്. മനസ്സിലാക്കപ്പെടാൻ ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? മിക്കപ്പോഴും നാം മറ്റൊരാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം അതിന് മറുപടി പറയാനുള്ള ചിന്തയിലാകും. ഇതാണ് ആശയവിനിമയത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവ്. മനസ്സിലാക്കൽ എന്നതിൽ മറ്റൊരാളുടെ വികാരങ്ങളും ആശങ്കകളും ശ്രദ്ധാപൂർവം കേൾക്കുക, വിലയിരുത്താതെ ഇടപെടാതെ കേൾക്കുക. എനിക്ക് ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നിനക്കെന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാൻ പഠിക്കുക. ഇതെല്ലാം ഉൾപ്പെടുന്നു. ഇതിനെ എംപതറ്റിക് ലിസണിംഗ്, സഹാനുഭൂതിപൂർവ്വം കേൾക്കുക എന്ന് വിളിക്കാം. എംപതറ്റിക് ലിസണിംഗ് എന്നാൽ കേൾക്കുന്നത് മാത്രം അല്ല, അനുഭവിച്ച് മനസ്സിലാക്കലാണ്. സഹാനുഭൂതി എന്നാൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ പഠിക്കുന്നതാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ആളുകളുടെ വാക്കുകൾ മാത്രമല്ല, അവരുടെ ശരീരഭാഷയും വികാരവും അവർ പറയാത്തതും കൂടി മനസ്സിലാക്കപ്പെടുന്നു. ഇത് മറ്റൊരാളിൽ ഞാൻ കേൾക്കപ്പെടുന്നു എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അതാണ് ആരോഗ്യകരമായ ആശയവിനിമയത്തിൻ്റെയും ബന്ധങ്ങളുടെയും അടിത്തറ. ആദ്യം മനസ്സിലാക്കൽ എന്നത് എന്തുകൊണ്ടാണ് അത്യാവശ്യമാകുന്നത്? അത് വിശ്വാസം വളർത്തുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ അംഗീകരിക്കുമ്പോൾ അവർ സ്വയം തുറന്നു പറയും. സംഘർഷങ്ങൾ കുറയും, പല തെറ്റിദ്ധാരണകളും ഇല്ലാതാകും. നല്ല പരിഹാരങ്ങൾ കണ്ടെത്താം. രണ്ടുപേരും സത്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ വിൻ വിൻ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും. കേൾവി മികവ് വളർത്തിയെടുത്താൽ നേതൃഗുണങ്ങളും മാനവികതയും വർദ്ധിക്കും. പിന്നീട് മനസ്സിലാക്കപ്പെടുക, അത് സ്വയം പ്രകടിപ്പിക്കലാണ്. മറ്റൊരാളെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ആശയങ്ങളും മാനദണ്ഡങ്ങളും തുറന്ന് വ്യക്തമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കണം. ഇത് സൗമ്യവും എന്നാൽ ഉറച്ചതുമായ ആശയവിനിമയമാണ്. കുറ്റപ്പെടുത്താതെ സംസാരിക്കുക, വ്യക്തമായ ഉദാഹരണങ്ങൾ നൽകുക, ബഹുമാനം നിലനിർത്തുക. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കപ്പെടാനുള്ള വഴികൾ. ഈ ശീലത്തിൻ്റെ പ്രായോഗികമായ ഗുണങ്ങൾ: കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങൾ കുറയും, ജോലിസ്ഥലത്ത് തെറ്റിദ്ധാരണകൾ ഒഴിവാകും, സുഹൃത്തുക്കളുമായും കൂട്ടുകാരുമായും ബന്ധം മെച്ചപ്പെടും, നേതാക്കൾക്കും അധ്യാപകർക്കും ടീം ലീഡർമാർക്കും കൂടുതൽ ഫലപ്രദമായ ആശയവിനിമയം സാധ്യമാകും. ശീലം 6:
സിനർജൈസ്, ഏകോപനത്തിൻ്റെയും സഹപ്രവർത്തനത്തിൻ്റെയും ശക്തി. സിനർജൈസ് എന്ന ആറാമത്തെ ശീലം മനുഷ്യരിൽ സഹകരണത്തിൻ്റെ അതുല്യ ശക്തി കണ്ടെത്താൻ പ്രചോദനം നൽകുന്ന ഒരു തത്വമാണ്. ഒന്നിച്ചു പ്രവർത്തിച്ച് ഒന്നിച്ച് നേടിയെടുക്കുന്നത് വ്യക്തിപരമായി നേടുന്നതിനേക്കാൾ ഉയർന്നതും ശക്തവുമാണ് എന്ന ആശയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നു. വ്യത്യസ്തതകളെ പ്രതിരോധിക്കാതെ അതിനെ ഒരു ശക്തിയായി കണ്ട് അതിൽ നിന്ന് പുതുമകളെയും മികച്ച പരിഹാരങ്ങളെയും സൃഷ്ടിക്കുകയാണ് സിനർജി എന്നതിൻ്റെ ലക്ഷ്യം. സിനർജി എന്നാൽ എന്താണ്? സിനർജി എന്നത് 1+1=3 എന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്നു. രണ്ടോ അതിലധികമോ ആളുകൾ പരസ്പര ബഹുമാനത്തോടും തുറന്ന ആശയവിനിമയത്തോടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂട്ടായ ഫലം അവർ ഓരോരുത്തരും ചെയ്യുന്നതിനേക്കാൾ ഉയർന്നതാകുന്നു. ഇത് കൂട്ടായ ബുദ്ധിയുടെ, വൈവിധ്യത്തിൻ്റെ, സഹകരണത്തിൻ്റെ ഗുണഫലമാണ്. സിനർജിയുടെ മുഖ്യ ഘടകങ്ങൾ: വൈവിധ്യത്തെ ബഹുമാനിക്കൽ, പശ്ചാത്തലങ്ങളിലും ചിന്തകളിലും കഴിവുകളിലും ഉള്ള വ്യത്യാസങ്ങളെ ഒരു തടസ്സം എന്ന് കാണാതെ ഒരു സാധ്യതയായി കാണുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുമ്പോൾ പുതുമകൾ ജനിക്കുന്നു. തുറന്ന ആശയവിനിമയം, പരസ്പര വിശ്വാസം. എന്താണ് സിനർജിയുടെ പ്രയോജനങ്ങൾ? മികച്ച പരിഹാരങ്ങൾ ലഭിക്കും. സിനർജി ഉപയോഗിച്ച് സ്വതന്ത്രമായ ആശയങ്ങളെ ഒന്നിച്ചുകൂട്ടി പുതുമയിലുള്ള കൂടുതൽ ഉത്തമമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. ഒരു മനുഷ്യന്റെ ചിന്തയിൽ വരാത്ത സൃഷ്ടിപരമായ ആശയങ്ങൾ കൂട്ടായ പരിശ്രമത്തിലൂടെ ഉദയം ചെയ്യുന്നു. സംഘർഷങ്ങൾക്ക് സൃഷ്ടിപരമായ പരിഹാരം. സിനർജി കൊണ്ട് വ്യത്യാസങ്ങൾ പുതിയ വഴിക്ക് വഴിതിരിച്ചുവിടപ്പെടുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളെ അകറ്റാനുള്ള ശ്രമമല്ല ഇവിടെ നടക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉപയോഗിച്ച് മികച്ച പരിഹാരമുണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ശക്തമായ ടീമും ബന്ധങ്ങളും. സഹകരണം, വിശ്വാസം, പങ്കാളിത്തം എന്നിവ ഉയർന്നതാകുന്നതിനാൽ ടീമുകൾ കൂടുതൽ ശക്തമാകുന്നു. എല്ലാ അംഗങ്ങളുടെയും കഴിവുകളും ചിന്തകളും പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. സിനർജി എങ്ങനെ അഭ്യസിക്കാം? മറ്റുള്ളവർ പറയുന്നത് ആകാംക്ഷയോടെ കേൾക്കുക. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്ക് മൂല്യം നൽകുക. എൻ്റെ വഴിയാണ് ശരി എന്ന ധാരണ ഒഴിവാക്കുക. ശ്രമങ്ങൾ ഏകോപിപ്പിക്കുക. പുതുമയുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ തുറന്ന മനസ്സോടെ പങ്കെടുക്കുക. സിനർജി എന്നാൽ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുക എന്നല്ല അർത്ഥം. അഭിപ്രായ വ്യത്യാസങ്ങളെ അടിച്ചമർത്തുക എന്നതല്ല അർത്ഥം. അഭിപ്രായ വ്യത്യാസങ്ങളെ ഭയപ്പെടാതെ അവ ചേർത്തെടുക്കുമ്പോൾ സിനർജി ഉണ്ടാകുന്നു. അതാണ് വലിയ നേട്ടങ്ങളുടെ ഉറവിടം. ശീലം 7: ഷാർപ്പൺ ദ സോ. സ്വയം നവീകരിക്കുക. നമ്മളെ നാം തന്നെ പുനരുജ്ജീവിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. 7ാമത്തെ ശീലമായ ഷാർപ്പൺ ദ സോ ജീവിതത്തെ മുഴുവൻ ഉയർത്തുന്ന ഒരു സമഗ്രമായ വികസന പദ്ധതിയാണ്. ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും ഒരുമിച്ച് വളർത്തുമ്പോൾ നമ്മുടെ കഴിവുകളും സാധ്യതകളും പരമാവധി ഉയർന്നു വരും. നമ്മളെ നാം പുതുക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ പുതുക്കപ്പെടുന്നു. അതാണ് ഈ അധ്യായത്തിൻ്റെ സാരാംശം. ഈ ശീലം വ്യക്തിയുടെ ശരീരവും മനസ്സും വികാരങ്ങളും ആത്മീയതയും അടക്കം മനുഷ്യജീവിതത്തിൻ്റെ 4 അടിസ്ഥാന മേഖലകളിൽ നിരന്തരം പുതുക്കലും പരിപോഷണവും നടത്തണം എന്നതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഷാർപ്പൺ ദ സോ 4 തലത്തിലുള്ള പുതുക്കൽ. ശാരീരിക നവീകരണം, ഫിസിക്കൽ റിന്യൂവൽ. നമ്മുടെ ശരീരം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിത്തറയാണ്. ശരീര നവീകരണം ഫലവത്താക്കാൻ നിത്യവുമുള്ള വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ ഉറക്കം, ശരീരം ഊർജ്ജസ്വലമായ നിലയിൽ നിലനിർത്തൽ, ഇതെല്ലാം വേണം. ശാരീരിക ആരോഗ്യം മെച്ചപ്പെട്ടാൽ ഉത്സാഹവും ഉൽപാദനക്ഷമതയും സ്വാഭാവികമായി ഉയരും. 2. മാനസിക നവീകരണം, മെന്റൽ റിന്യൂവൽ. ഇതിൽ വരുന്നത് പുസ്തക വായന, പഠനം, കോഴ്സുകൾ, ക്രിയേറ്റീവായ ചിന്തകൾ, വിമർശനാത്മകമായ ചിന്താശേഷി വളർത്തൽ, പുതിയ പഠനങ്ങളിലൂടെ മനസ്സിനെ കരുത്തോടെ നിർത്തൽ എന്നിവയാണ്. ഇതെല്ലാം മാനസികമായ നവീകരണത്തിന് സഹായിക്കുന്നു. 3. വികാര സാമൂഹിക നവീകരണം, ഇമോഷണൽ ആൻഡ് സോഷ്യൽ റിന്യൂവൽ. നല്ല ബന്ധങ്ങൾ, ആരോഗ്യകരമായ വികാരങ്ങൾ, ആത്മവിശ്വാസം, വിജയകരമായ ജീവിത രീതി ഇവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് വികസിപ്പിക്കാൻ കുടുംബ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക, സുഹൃത്തുക്കളുമായി ക്വാളിറ്റി ടൈം ചെലവഴിക്കുക, നന്ദിയുള്ള മനസ്സ് വളർത്തുക, മാനസിക ശാന്തിയും സ്വയം നിയന്ത്രണവും അഭ്യസിക്കുക. വികാരങ്ങളുടെ ആരോഗ്യകരമായ നിയന്ത്രണം ജോലിയും ജീവിതവും കൂടുതൽ സമ്പുഷ്ടമാക്കുന്നു. 4. ആത്മീയ നവീകരണം, സ്പിരിച്വൽ റിന്യൂവൽ. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്ന വഴിയാണ് ആത്മീയമായ പുതുക്കൽ. ധ്യാനം,
പ്രകൃതിയോടുള്ള ഇണക്കം, ശാന്തതയും ആത്മപരിശോധനയും. ഇതിലൂടെയെല്ലാം ലഭിക്കുന്ന മനഃശക്തി നമ്മളെ ശാന്തിയും സമാധാനവും ഉള്ളവരാക്കുന്നു. ഷാർപ്പൻ ദ സോ എന്തുകൊണ്ട് അത്യാവശ്യമാണ്? കഠിനാധ്വാനം മാത്രം നമുക്ക് മതിയാകില്ല. മൂർച്ചയില്ലാത്ത കത്തികൊണ്ട് പ്രവർത്തിച്ചാൽ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകൂ, ഫലം ലഭിക്കില്ല. നവീകരണം നമ്മുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു, ബേൺ ഔട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നു. തുടർച്ചയായ ശ്രമങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷീണം ശരീരത്തിനും മനസ്സിനും പ്രതികൂലമാണ്. ഇത്തരം നവീകരണം മനസ്സിന് ഊർജം നൽകുന്നു. ഇത് ദീർഘകാല വിജയത്തിന്റെ രഹസ്യമാണ്. ദിവസേനയുള്ള സ്വയം മെച്ചപ്പെടുത്തൽ നമ്മുടെ വളർച്ചയ്ക്കും വ്യക്തിവികസനത്തിനും അവസരമൊരുക്കുന്നു. സ്വയം നിയന്ത്രണം ശക്തമാകുന്നു. എതിർപ്പുകളെ തരണം ചെയ്യാനുള്ള നമ്മുടെ ശേഷിയും ആത്മവിശ്വാസവും ഉയരും. ഷാർപ്പൻ ദി സോ പ്രായോഗികമാക്കാനുള്ള ഉപാധികൾ: ഒരു ദിവസം കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക. ആഴ്ചയിൽ 3-4 തവണ വ്യായാമം ചെയ്യുക. മെഡിറ്റേഷനായി സമയം കണ്ടെത്തുക. സോഷ്യൽ മീഡിയ കുറച്ച് റിയൽ ലൈഫ് ബന്ധങ്ങൾ വളർത്തുക. ജീവിത ലക്ഷ്യങ്ങളെ പരിശോധിക്കാൻ ആഴ്ചയിൽ കുറച്ച് സമയം മാറ്റിവെക്കുക. ഉപസംഹാരം: വ്യക്തിത്വം, ബന്ധങ്ങൾ, കരിയർ എന്നിവയിൽ മികച്ച മാറ്റങ്ങൾ വരുത്താൻ ശക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ 7 ശീലങ്ങൾ. ഇവ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുമ്പോൾ നാം നേരിടുന്ന വെല്ലുവിളികളെ ശരിയായി തിരിച്ചറിയാനും അവയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും കഴിയും. ഇന്ന് തന്നെ ആരംഭിക്കാം. ഓരോ ശീലത്തെയും ചിട്ടയായി അഭ്യസിച്ച് നമ്മുടെ ജീവിതത്തെ പുതിയൊരു ഉയരത്തിലേക്ക് എത്തിക്കാം.